പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്വർഗം നമുക്ക് നൽകുന്ന വചനം ഹെബ്രായ 13:5 വചനം പറയാണ്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ദ്രവ്യത്തിൻ്റെ പണത്തിൻ്റെ പുറകിൽ പോകുന്ന ഒരു ജീവിതം ആകാതിരിക്കട്ടെ. നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കോഴ്സുകൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടീനെ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ്. അവന് ബി.ടെക് പഠിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ് അവന് ബി.ടെക് കോഴ്സിന് ഇഷ്ടമില്ല. പക്ഷേ അവരുടെ റിലേറ്റീവ്സ് എല്ലാം ഓസ്ട്രേലിയയിലാണ്, അവരുടെ വലിയൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടീനെ പാരൻസ് നിർബന്ധമായിട്ടും അത് ബി.ടെക് എടുത്തു. ആദ്യത്തെ 2 സെമസ്റ്ററിൽ ഒരെണ്ണത്തിൽ പോലും കുട്ടി ജയിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിനോട് ജയിച്ചു സംശയം, പിന്നെ എല്ലാ പരീക്ഷയിലും പോയി. അവസാനം ആ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സഹോദരങ്ങൾ, നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇന്നതെടുത്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് വിഷയം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്തായിരിക്കരുത്. അന്നൊരു ലക്ഷ്യം സമ്പത്തായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മോനെ ഇതിന് തൊഴിൽ സാധ്യതയുണ്ട്, മോനെ അതിൻ്റെ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇത് പണം നിനക്ക് തീരെ കിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മളായിരിക്കരുത് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കി കൃപയിലാവണം, നീ വിശുദ്ധിയിലാവണം, അതിന് ഓപ്ഷൻ നീ അങ്ങനെ പോയേ പറ്റൂ എന്ന് പറയാം. പക്ഷേ സമ്പത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയോ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ മക്കളുടെ ജീവിതത്തെയോ വളരണം. അതാണ് നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായി. ഒരുപാട് പേര് ഈ പണപ്പിശാചിൻ്റെ അടിമയായിട്ട് എല്ലാ മേഖലയിലും അടിമയായിട്ട്, എന്നിട്ട് ഷെയർ മാർക്കറ്റിൽ, മറ്റേ മാർക്കറ്റിൽ, ആ മാർക്കറ്റിൽ, ഈ മാർക്കറ്റിലൊക്കെ ചെയ്തിട്ട് ഓൺലൈൻ ഗെയിമിൽ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എത്ര എണ്ണം ആത്മഹത്യ ചെയ്തിരുന്നു അല്ലേ? ഞാൻ നിന്നതിന് പറയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ അവഗണിക്കില്ല. പക്ഷേ ഞാൻ പറയണ വഴിയിലൂടെ നീ നടക്കണം. നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മളോട് തന്നെ പറയണം, കർത്താവിൻ്റെ വഴി വിട്ട് ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. അപ്പോൾ തമ്പുരാനെ വിട്ടിട്ട് ഒരു പാടില്ല, ഒരു വഴി, ഒരു തെരഞ്ഞെടുപ്പ് പാടില്ല. ഏത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഏത് തെരഞ്ഞെടുപ്പിലേക്ക് നീ കടന്നു പോകുമ്പോഴും യേശു നിൻ്റെ കൂടെയുണ്ടോ? അന്നേരം തെരഞ്ഞെടുപ്പുകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കിയിട്ട് മാറ്റി. ദൈവമേ, ഈ ഒരു കൃപ ദാസർക്ക് നൽകണമേ. പിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എന്നേക്കും ആമേൻ.